ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തെയും നന്മയെയും പുനർവായന ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ചിന്തകൾ ഒരു കഥ കൊണ്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരു ബുദ്ധ സന്യാസി താൻ പറഞ്ഞ നന്മകളുടെ പേരിൽ മരണത്തിന് വിധിക്കപ്പെടുകയാണ്. ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് ശിഷ്യന്മാരും അദ്ദേഹം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. എന്നാൽ ഒരു ശിക്ഷനാകട്ടെ ഈ മരണത്തെ ഭയന്ന് കല്ലെറിയാനായിട്ട് കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തിന് ഇടയിൽ വേശ്യന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും കല്ലുകൾ എറിയാനായിട്ടായുമ്പോൾ ഈ മനുഷ്യൻ കല്ലുകൊണ്ട് തൻ്റെ ഗുരുവിനെ എങ്ങനെ എറിയും എന്ന ആശങ്കയുടെ പേരിൽ, വിഷമത്തിൻ്റെ പേരിൽ കുനിഞ്ഞ് ഒരു അരളിപ്പൂ തൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവരും കല്ലുകൾ എറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കയ്യിലിങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരുന്ന അരളിപ്പൂ തൻ്റെ ഗുരുവിൻ്റെ മാറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എറിഞ്ഞ കല്ലുകളൊക്കെ ഈ സന്യാസിയുടെ മേൽ പതിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് ശിഷ്യൻ ഇങ്ങനെ എത്തിയിട്ട് പറയും, ഗുരുവേ, ഞാൻ അങ്ങയെ കല്ലുകൊണ്ട് എറിഞ്ഞില്ല, പകരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന അരളിപ്പൂ ഉണ്ടായിരുന്നു. അങ്ങയെ വേദനിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ മരണത്തോട് മല്ലിടുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ആ ഗുരു ശിഷ്യനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അവരെറിഞ്ഞ കല്ലുകളെക്കാൾ നീ എറിഞ്ഞ അരളിപ്പൂവാണ് എന്നെ വേദനിപ്പിച്ചത്. അവരെറിഞ്ഞ കല്ലുകളേക്കാൾ നീ എറിഞ്ഞ അരളിപ്പൂവാണ് എന്നെ നൊമ്പരപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ഗുരു മരണത്തെ ഇങ്ങനെ പുൽകുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഗുരുവിനോട് ആ ശിഷ്യൻ കാണിച്ചതിൽ ഒരു നന്മയുണ്ട്. എല്ലാവരും വേദനിപ്പിച്ചപ്പോൾ വേദനിപ്പിക്കണ്ട എന്ന് ആ ശിഷ്യൻ കരുതി എന്നുള്ളതാണ്, നന്മയാണ്. പക്ഷെ ഗുരു ചെയ്ത നന്മയുടെ പേരിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ മരണത്തിന് വിധിച്ചത്. ആ ജനങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഉച്ചത്തിൽ പറയുകയായിരുന്നു ഈ ശിഷ്യൻ ചെയ്യേണ്ട ശ്രേഷ്ഠമായ നന്മ. അതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന് ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സുവിശേഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുക, യേശു പറയുന്നുണ്ട്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശയുടെ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ പോലും വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളത്. വ്യഭിചാരം ചെയ്യാതിരിക്കുക നന്മയാണ്. പക്ഷെ ചിന്ത കൊണ്ട് പോലും ഒരു പെൺകുട്ടിയെ മോശമായി നോക്കാതിരിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ശ്രേഷ്ഠമായ നന്മയാണ്. സത്യത്തിൽ നമ്മളൊക്കെ ബേസിക്കലി നന്മയുള്ള മനുഷ്യരാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാവാം. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പറന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ കൈ കാണിച്ച് നിർത്താതെ പോയതിൻ്റെ പേരിൽ വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു നൊമ്പരം തോന്നുന്നത് നമ്മളുടെ നന്മ കൊണ്ടാണ്. ക്രിസ്തു ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി നന്മയുള്ള മനുഷ്യരായി തീരാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ നന്മ ചെയ്യുന്നുണ്ട്, അതിനെ കുറച്ചുകൂടി ശ്രേഷ്ഠമായ നന്മയിലേക്ക് ഉയർത്താനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ചോദ്യം. ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടു പോവാണ്. 99നെയും സുരക്ഷിതമായ ആലയിൽ എത്തിക്കുന്നതാണ് നന്മ. പക്ഷെ നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ് കുറച്ചുകൂടി ശ്രേഷ്ഠമായ നന്മ. കുരിശുമരത്തിൽ ഈ മനുഷ്യൻ ആണികളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന്, നിരുപാധികം ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആവശ്യപ്പെടുന്ന ക്രിസ്തുവിൻ്റെ നന്മ, അതിങ്ങനെ ജീവിതം കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് യേശു. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം നമ്മിലെ നന്മയെ കുറച്ചുകൂടി ശ്രേഷ്ഠമായ നന്മയാക്കി മാറ്റാൻ. ദ്രോഹിക്കുന്നവനോട് ക്ഷമിക്കാൻ, സ്നേഹിക്കുന്നവനോട് മാത്രമല്ല സ്നേഹിക്കേണ്ടത്, മറിച്ച് നമ്മെ ദ്രോഹിക്കുന്നവനെ കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട്. പണ്ടങ്ങോ വായിച്ചു കേട്ട ഹൈക്കൂൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് 2 കൈകൾ തന്നേക്കുന്നത് ഒന്നൊരുവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കൂടിയാണെന്നുള്ളതാണ്. നമ്മുടെ കൈകൾ പാപഹേതുവാണെങ്കിൽ മുറിച്ചു കളയാനാണ് പറഞ്ഞേക്കുന്നത്. കൈകളുടെ പർപ്പസ് ചേർത്ത് പിടിക്കലാണ്, കണ്ണുകളുടെ പർപ്പസ് നന്മയുള്ളത് കാണുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ കുറച്ചുകൂടി നന്മയുള്ള മനുഷ്യരാകാനായിട്ട് ക്രിസ്തു നമ്മളെ ഇന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുണ്ട്. ഈ നോമ്പുകാലം നന്മയുടെ ദിവസങ്ങളാകട്ടെ, കുറച്ചുകൂടി നന്മയുള്ള മനുഷ്യരായി രൂപാന്തരപ്പെടുവാനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.